സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മാർച്ചും നിവേദന സമർപ്പണവും കാഞ്ഞങ്ങാട് നടന്നു. പി കോരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനമെന്നത് പാഴ്വാക്കാക്കും. പറയൂ ഭരണക്കാരെ, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, സോഷ്യലിസ്റ്റ് ജനത സിന്ദാബാദ്, സോഷ്യലിസ്റ്റ് ജനത സിന്ദാബാദ്, സോഷ്യലിസ്റ്റ് ജനത സിന്ദാബാദ്, സോഷ്യലിസ്റ്റ് ജനത സിന്ദാബാദ്, സിന്ദാബാദ്. നികുതി പിരിച്ചു പണമുണ്ടാക്കും, വികസനമെന്നത് പാഴ്വാക്കാക്കും, വികസനമെന്നത് പാഴ്വാക്കാക്കും. ഭരണം മാറി മറിഞ്ഞിട്ട്, 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 ഭരണം മാറി. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി മാസങ്ങളും കൊല്ലങ്ങളും എടുത്താൽ പോലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടപ്പിൽ വരുത്താൻ ഈ ഭരണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്ന് ഞങ്ങൾക്ക് വളരെ ഖേദപൂർവ്വം ഇവിടെ പറയേണ്ടി വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ബസ് സ്റ്റാൻഡ്, അനാമിപ്പള്ളിയിൽ പണിതുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു. എത്രയോ കോടിക്കണക്കിൽ രൂപ വാടക ഇനത്തിലും മറ്റു തരത്തിലുള്ള ഇനങ്ങളിലും മുനിസിപ്പാലിറ്റിക്ക് മുതൽക്കൂട്ടാക്കേണ്ടതാണ്. ആ പ്രവർത്തനം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റിന്റെ കാര്യം വളരെ ദയനീയമാണ്. അവിടെ നിത്യ സന്ദർശകരായിട്ടുള്ള ജനങ്ങൾക്ക് മൂക്ക് പിടിക്കാതെ മൂക്ക് പത്താതെ ആ മത്സ്യ മാർക്കറ്റിലേക്ക് കടന്നെല്ലാൻ കഴിയില്ല. ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളൊക്കെ സമരരംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ കാര്യം, അരുവി പ്രദേശത്ത് കുടിവെള്ളക്ഷാമമുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമമുണ്ട്. അതൊന്നും പരിഹരിക്കുന്നതിന് അതിന്റെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാസ്ഥക്കെതിരെയും അനീതികൾക്കെതിരെയും വിരചൂണ്ടുന്നതിന് വേണ്ടിയാണ് സോഷ്യലിസ്റ്റ് ജനത പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഭരണസമിതിയാണെങ്കിൽ പോലും ആ ഭരണസമിതിയുടെ അനാസ്ഥയും അനീതിയും കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്തതിന്റെ ഫലമായിട്ടാണ് സോഷ്യലിസ്റ്റ് ജനതാ പ്രവർത്തകർ ഈ രീതിയിലുള്ള മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ജോയിന്റ് മണ്ഡലം പ്രസിഡന്റ് കെ രാമേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞമ്പാടി, വി സി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.